എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ വീഡിയോയിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പരിചയപ്പെടുന്നത്. റിതം ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത്. സൗത്ത് ഇന്ത്യയിൽ വളരെ കാലം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇപ്പോൾ ഇതിന് ഇത്തിരി പ്രചാരം കുറവാണ്, പക്ഷെ വളരെ ഒരു അല്ലെ പണ്ട് കാലങ്ങളിൽ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കച്ചേരികളിലൊക്കെ ഒരു മുഖ്യ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇൻസ്ട്രുമെന്റിന്റെ പേര് ഗഞ്ചിറ എന്നാണ്. ഇംഗ്ലീഷിൽ ഇത് കഞ്ചിറ എന്നായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്. ഗഞ്ചിറ എന്നാണ്. ഇത് ശാസ്ത്രീയമായി ഇത് പഠിച്ച് പെർഫോം ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളും ഇന്ത്യയിലുണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള യശശരീരനായ തൃക്കാക്കര വയ്യം ശാന്താറാം സാർ ഉണ്ട്. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം ശ്രീകാന്ത് ഉണ്ട്. അതുപോലെ മദ്രാസിലെ ബാംഗ്ലൂർ അമൃത് ഉണ്ട്. അതുപോലെ ഗഞ്ചിറയിലെ മാന്ത്രികരായിട്ടുള്ള ഹരിശങ്കർ അദ്ദേഹം ഉണ്ട്. അതുപോലെ ഒത്തിരി മഹാന്മാര് പണ്ട് ജീവിച്ചിരുന്നു. പണ്ട് കാലത്ത് മൃദംഗം മുഖ്യ ഇൻസ്ട്രുമെന്റ് ആയിട്ട് വരുന്നതിന് മുമ്പ് ഗഞ്ചിറ ആയിരുന്നു മുഖ്യ ഇൻസ്ട്രുമെന്റ് ആയത്. ഇതിന്റെ ഫ്രെയിം എന്ത് മരമായിരിക്കും മാഷേ? പ്ലാവിന്റെ ഫ്രെയിമാണ് ഇതിന്റെ ഫ്രെയിം ഉള്ളത്. പിന്നെ ഈ സ്കിന്ന് വന്നിട്ട് ഒറിജിനലി ഇത് ഉടുമ്പിന്റെ തോലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ മറ്റ് ആടിന്റെ ഒക്കെ തോലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കിലുക്കം, ഒരു സിമ്പിൾ ഇവിടെ പക്ഷെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ആണല്ലേ? പക്ഷെ ഇപ്പൊ കച്ചേരികളിലും ഈ സൗണ്ടിനൊക്കെ. അപ്പൊ ഇതിന്ന് പരിചയപ്പെടുത്താൻ കാരണം ഇപ്പൊ നമ്മൾക്ക് ഈ ഒരു സംഗീതം പഠിക്കുക എന്നുള്ളത് അല്ലെ, കുട്ടികൾക്ക് ലഹരിക്കെതിരെയൊക്കെ പലയിടത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ സംഗീതം തന്നെ ഒരു ലഹരിയാണ്. അപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് മിക്ക മ്യൂസിക് ഷോപ്പിൽ അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് യൂട്യൂബ് വഴി അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് നേരിട്ട് പഠിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും കൊണ്ടു നടക്കാം അല്ലെ? പഠിക്കാൻ ചൊൽക്കെട്ടൊക്കെ പഠിക്കണം. എന്നാലും നമുക്കൊരു ബേസിക് ഭജൻസിനൊക്കെ ഇത് പഠിക്കാതെ വായിക്കുന്നവരുണ്ടല്ലോ. ഒരേ ഇതിൽ വരണം. ഇതിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ മാഷ തന്ന് ജസ്റ്റ് കാണിച്ചു തരും. ജസ്റ്റ് ആ പ്ലേയിങ് ഒന്ന് മാഷ തന്ന്. ഇദ്ദേഹത്തിന്റെ പേര് പനങ്ങാട് CG രാജേന്ദ്രൻ എന്നാണ്. അദ്ദേഹം അല്ലെ വായിച്ചാൽ തന്നെ എന്റെ പ്ലേയിങ്ങില് ഇതിന്റെ ബേസും നമ്മളുടെ വേരിയേഷൻസ് നിർത്താൻ തോന്നും. അതിങ്ങനെ ഈ വിരലുകൊണ്ടേ താത്തിക്കൊണ്ട് ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സ്കൂളുകളിലൊക്കെ നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? സ്കൂളുകളിലൊക്കെ തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഒരു കല പഠിക്കാന്നല്ലേ ജീവിതത്തിലൊരു വലിയ മുതൽക്കൂട്ട്. വളരെ സിമ്പിൾ ആണ്, ചെലവ് വരുന്നില്ല. കുറച്ച് 1500-2000 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാധനം. പിന്നെ ഇത് ഒറ്റ കയ്യിൽ രണ്ടും വായിക്കണം. നാങ്കാരം ഒരു കയ്യിൽ വരണം. പിന്നെ ഈ ഗൗക്കി കൊടുത്തുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.